ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിന്നിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന ഇസഹാക്കിന്നിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോടൊത്ത് പുത്രനായ യേശുവിനെ ആരാധിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സുന്ദര നിമിഷം. ഇതാ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വലിയ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. സ്നേഹസ്പർശനം ശുശ്രൂഷയുടെ 6ാം ദിവസത്തിൽ ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന ഈ നിമിഷം പരിശുദ്ധ അമ്മ ഇന്ന് നമുക്കൊക്കെ വേണ്ടി വലിയൊരു കൃപ നൽകാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു നിലപാട് നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. അത് ഒറ്റ വാക്കിൽ ഒതുങ്ങുന്ന ഒരു വചനത്തിലല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ആത്മീയ സത്യമാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലിയാണ്. എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്തോത്രഗീതമാണ്. എലിസബത്തിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നതിന് ശേഷം അവർ തമ്മിലുള്ള സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ ഈ കാര്യം പ്രഖ്യാപിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ തുടങ്ങുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതം. നമുക്കറിയാം, ഒരു ഭവനത്തിൽ കടന്നു ചെന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വരേണ്ടത് ഇപ്രകാരമുള്ള ദൈവ കീർത്തനങ്ങളാണ്. ഒരു ഭവനത്തിൽ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തി എവിടെയെല്ലാം കടന്നു ചെല്ലുന്നോ അവിടെയെല്ലാം പങ്കുവയ്ക്കേണ്ടത് ഇപ്രകാരം ദൈവനാമ മഹത്വ കീർത്തനങ്ങളാണ്. ഇപ്രകാരമുള്ള ഒരു ആത്മീയ കൃപയിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കടന്നു ചെന്ന ഭവനം എലിസബത്തിൻ്റെ ഭവനം. അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എത്ര മനോഹരമായിട്ടാണ് ഇതാ ലൂക്കാ സുവിശേഷകൻ അത് നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്.
ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം പറയുന്നു, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അവൾ ഉദ്ഘോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പറയുന്ന കൊച്ചു വർത്തമാനമല്ല, മറിച്ച് അവൾ ഉദ്ഘോഷിച്ചു, അവൾ പ്രഘോഷിച്ചു, ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു. എലിസബത്ത് ചെയ്ത ഒരു നിലപാടാണ്. പരിശുദ്ധ അമ്മയും അപ്രകാരമുള്ള വലിയ ഒരു നിലപാടാണ് എടുക്കുന്നത്. അതാ ആ ഭവനത്തിൽ ചെന്നിട്ട് പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് പ്രഖ്യാപിക്കുകയാണ്. ആ വീട്ടിൽ ചെന്നിട്ട് മറിയം എപ്രകാരമായിരിക്കും സ്തോത്രഗീതം പറഞ്ഞിട്ടുണ്ടാവുക? പിറുപിറുക്കുന്നത് പോലെ മറിയം നിന്ന് പറഞ്ഞോ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു? അല്ല, മറിച്ച് നിശ്ചയമായും മറിയം ആ ഭവനത്തിൽ ചെന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ജനമേ നിങ്ങൾ കേൾക്കണം, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. കാര്യം എന്തെന്നറിയോ? ദൈവകൃപ ലഭിക്കുന്നവരുടെ പ്രത്യേകത അവർ പ്രഘോഷിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അവരുടെ സംസാര ശൈലിയിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ്. അവർ പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സഖറിയായെക്കുറിച്ച് ബൈബിൾ വചനം പറയുന്നത്, നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ സഖറിയ പ്രഘോഷിക്കാൻ തുടങ്ങി. എലിസബത്ത് പ്രഘോഷിക്കുന്നു, മറിയം പ്രഘോഷിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്രകാരം ചില പ്രഘോഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, എന്നോടും ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും ദൈവം പറഞ്ഞു വയ്ക്കുന്ന എന്തെന്നറിയോ? നമ്മുടെ സംസാരങ്ങളിൽ ഇനി മുതൽ ഒരു പ്രഘോഷണം നടത്തപ്പെടട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും ഭവനത്തെക്കുറിച്ചൊക്കെ നമ്മൾ സുന്ദരമായി വായിച്ച്, അങ്ങനെയുള്ള ചില ഭവനങ്ങൾ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച് ഇത് മാറ്റിവെക്കുക എന്നുള്ളതല്ല, മറിച്ച് ദാ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഈ സ്വഭാവം വളർത്തിയെടുക്കാം. ഏത് സ്വഭാവം? ദൈവ മഹത്വ കീർത്തനം. നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് നന്മ പറയാനും പരസ്പരം പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കാനുമുള്ള വലിയ ഒരഭിഷേകം. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും വീട്ടിനുള്ളിലാണ്, അല്ലേ? ഈ മഹാമാരിയുടെയൊക്കെ ദുരിതത്തോട് ചേർന്ന് നമ്മളൊക്കെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് വീട്ടിൽ സംസാരിക്കുന്നത്? കുറേ അധികം പേര് സംസാരിക്കുന്നത് 24 മണിക്കൂറും ഈ ദുരിതത്തെക്കുറിച്ചാണ്, അല്ലേ? കൊറോണ കൊറോണ എന്നിങ്ങനെ വാക്ക് തന്നെ പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാക്ക് ആവർത്തിക്കുന്നതിന് പകരം ദാ യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, സംസാരങ്ങളിൽ വരുന്ന മറ്റൊന്ന് നിരാശയുടെ വാക്കുകളാണ്, അല്ലേ? സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓ, എല്ലാം തീർന്നു. പ്രത്യേകിച്ച് ഫോണിലൂടെയൊക്കെ ചിലർ സംസാരിക്കുമ്പോൾ, അച്ഛാ ജീവിതമൊക്കെ തീർന്നച്ഛാ, നിരാശയും ദുഃഖമാണ്, ഇനി നാളെ എന്താവും ആവോ, ഇനി ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെ തുടങ്ങി 100,000 തരത്തിലുള്ള നിരാശ നിറഞ്ഞ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാര ശൈലി അല്പം കൂടെ ഒന്ന് വിശുദ്ധീകരിക്കണ്ടേ? ഒരുപക്ഷെ നമ്മുടെ സംസാരം അല്പം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ അല്പം കൂടെ സ്വസ്ഥത ലഭിക്കില്ലേ? മനോഹരമായിട്ടുള്ള ഒരു തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപമിളക്കി വിടുന്നു. നമ്മുടെ നാവിൻ്റെ സംസാര ശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. അല്പം കൂടെ സൗമ്യമായിട്ടൊക്കെ സംസാരിക്കാം. വീട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന വഴക്കിന് കാരണം നമ്മുടെ സംസാര ശൈലി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് ദാ വചനം പറയുകയാണ്. വീണ്ടും മനോഹരമായിട്ടുള്ള മറ്റൊരു വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനമാണ്. കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷണമാണ്. കലഹം നിറഞ്ഞ വീട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നിന്റെ വീട്ടിലെ സംഭാഷണ ശൈലി എങ്ങനെയുണ്ട്? നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബ അംഗങ്ങളുടെ സംസാര ശൈലി എങ്ങനെയുണ്ട്? അല്പം കൂടെ വിശുദ്ധീകരിക്കേണ്ടേ?
ചില വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് പറയാനുള്ളത് മുഴുവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ്. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം തന്നെ മറ്റു ചിലരുണ്ട്, അവരെന്ത് ചെയ്യും? അവർ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ മേൽ പഴി ചാരും. നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ കാരണമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നാളുകൾക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബം മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. മകനിപ്പോൾ പഠിക്കുന്നില്ല, കുടുംബത്തിൽ തന്നെ എപ്പോഴും അവൻ അസ്വസ്ഥനാണ്. സംസാരിച്ചു വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ മകനോട് അപ്പൻ പറഞ്ഞൊരു വാക്ക് ആ മകൻ്റെ തലയ്ക്കകത്ത് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, എടാ നിന്നെ പഠിക്കാനൊന്നും കൊള്ളില്ല, നീ ഒരു മണ്ടനാണ്. അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞുപോയി. അപ്പോൾ അപ്പൻ ആ മകനോട് പറഞ്ഞു, നിന്നെ എന്തിനു കൊള്ളാം, നീ മണ്ടനാണ്. അന്ന് മുതൽ അവൻ്റെ തലയിൽ അവൻ ചിന്തിക്കുന്നത് ഞാൻ മണ്ടനാണ്. എൻ്റെ മാതാപിതാക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുതിർന്നവരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കട്ടെ. ചില ആളുകളെയൊക്കെ കണ്ടിട്ട് നമ്മൾ പറയും, ശാപം പിടിച്ചവർ, കഴിവില്ലാത്തവർ, ഗുണമില്ലാത്തവർ, അങ്ങനെ പറഞ്ഞ് ആരെയും മാറ്റി നിർത്തല്ലേ. നമ്മുടെ സംസാര ശൈലി നമുക്ക് ശ്രദ്ധിക്കാം. മറ്റു ചിലരുടെ സംസാര ശൈലി ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെപ്പോഴും അവർ തന്നെ ഒരു ശാപമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുകയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഒരു കഴിവുമില്ല, ചത്താ മതി എന്നിങ്ങനെ ആവർത്തിച്ച് നെഗറ്റീവായ വാക്കുകൾ, ശാപം പിടിച്ച വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ സംസാര ശൈലി നമുക്കൊന്ന് വിശുദ്ധീകരിക്കണ്ടേ? ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമ മഹത്വ കീർത്തനങ്ങളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. പത്രോസും കൂട്ടരും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത കാര്യം, പോയ ഇടങ്ങളിലൊക്കെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് അതിശക്തമായി പ്രഘോഷിക്കുകയാണ്. കൂട്ടായ്മയിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ അവർ നാളുകൾക്ക് മുമ്പ് വരെ ആ ശിഷ്യന്മാർ പരസ്പരം വഴക്കിട്ടിരുന്നു, പരസ്പരം കുറ്റം പറഞ്ഞിരുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ ചിത്രം മാറി അവർ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 4-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളുണ്ട്. അവരോട് അവരുടെ അധികാരികൾ പറഞ്ഞു, ഇനി മേലിൽ നിങ്ങൾ യേശുവിൻ്റെ നാമം പോലും സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾ നിലകൊള്ളണ്ട, നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ മതി. എന്നാൽ പത്രോസും കൂട്ടരും എടുക്കുന്ന നിലപാട്, അവർ യേശുവിനെ വേണ്ടി ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം എത്തുമ്പോൾ ഇങ്ങനെയുണ്ട്, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവർ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന, ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് അതിശക്തമായി വേണം. എന്തിനു വേണ്ടിയിട്ടാ? അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാൻ, അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ കൃപ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ ഉദ്ഘോഷിച്ചു, എലിസബത്ത് ഉദ്ഘോഷിച്ചു, സഖറിയ പ്രഘോഷിച്ചു, അങ്ങനെ തുടങ്ങി ഓരോ വാക്കുകളും പ്രഖ്യാപിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയും ശ്രദ്ധിക്കാൻ ഇതൊരവസരമായിക്കൊള്ളട്ടെ. അല്പം കൂടെ ഉച്ചസ്വരത്തിലൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ കുടുംബത്തിൽ വലിയ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ആരാധന സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കാനുള്ള കൃപയും ശക്തിയും നൽകണമേ. ഈ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന ഈ വലിയ സുഹൃതം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കാനും നന്മ പ്രഘോഷിക്കുവാനുമുള്ള വലിയ കൃപ, ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ധൈര്യപൂർവ്വം പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന, കൈകൾ വീശി ആരാധന, സന്തോഷത്തോടെ ആരാധന, ആരാധന, പഠിക്കേ. ആരാധന, 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 എല്ലാവരും ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ആരാധനയുടെ സമയം എന്നുള്ളത് പുതിയ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ നമ്മളോട് പ്രഖ്യാപിക്കുന്ന കാര്യം നമ്മുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. നന്മ സംസാരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് നന്മ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഞെരുക്കവും അതുതന്നെയല്ലേ? എന്താണ്? നന്മ സംസാരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ ഞെരുക്കം കാണുമ്പോൾ നമുക്ക് നന്മ പറയാൻ മാത്രം ഒന്നും നമ്മുടെ മനസ്സിൽ പോലും വരുന്നില്ല എന്നൊരു ചിന്ത. ഇതാ യേശു നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടുന്നത് ഞെരുക്കങ്ങൾക്കിടയിലും നന്മ പ്രഖ്യാപിച്ച ചില വ്യക്തികളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ അപ്രകാരം ഇതാ സ്തോത്രഗീതം പാടി ഞെരുക്കത്തിനിടയിൽ എലിസബത്ത് പ്രഖ്യാപിച്ചു, ഉദ്ഘോഷിച്ചു. സക്കറിയ ഉദ്ഘോഷിച്ചു. പിന്നീട് അഭിഷേകം ലഭിക്കപ്പെട്ട ഓരോ ശിഷ്യ സമൂഹത്തിലെ വ്യക്തികളും ഉദ്ഘോഷിച്ചു. ഇതാ ഇനി നിന്റെ അവസരമാണ്, നിന്റെ അവസരമാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നീ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ വളരെ പ്രത്യേകമായി നിന്റെ സംസാര ശൈലിയിൽ ചില വിശുദ്ധീകരണം ആവശ്യമല്ലേ? സംസാരത്തിൽ വന്ന തെറ്റുകൾ മൂലമല്ലേ കുറേ അധികം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? സംസാരത്തിൽ വന്ന ചില പാകപ്പിഴകൾ കൊണ്ടല്ലേ ചില നല്ല സൗഹൃദങ്ങൾ, ചില കുടുംബ ബന്ധങ്ങളൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടത്? സംസാരത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് നിന്റെ കുടുംബത്തിൽ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കണ്ണുനീർ വിട്ടൊഴിയാത്തത്? ഇതാ ഈശോ നിന്റെ മുമ്പിൽ പറയുന്നു, സംസാരത്തെ അല്പം കൂടെ വിശുദ്ധീകരിക്കുക. ദൈവ തിരുമുമ്പിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. യാക്കോബ് ശ്ലീഹായൊക്കെ ഈ കാര്യമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് യാക്കോബ് ശ്ലീഹായുടെ 3-ാം ലേഖനം നാവിനെ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എനിക്ക് ഉണർവും ഉന്മേഷവും നൽകണമേ. എൻ്റെ ജീവിതത്തെ ഒരു പുത്തൻ കൃപയിലേക്ക് ഉണർത്തണമേ. ബോധ്യങ്ങൾ നൽകണമേ. പ്രിയപ്പെട്ടവരെ, 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. നമുക്കൊക്കെ അറിയാവുന്ന ഗാനം ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു.
ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എല്ലാവരും പാടാമോ? ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. കൈകളൊക്കെ അടിച്ച് നന്നായിട്ട് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം, ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് ഉണർവ് നൽകും, ഉന്മേഷം നൽകും, സന്തോഷത്തോടെ ജീവിക്കാൻ, പ്രത്യാശയുടെ മഹത്വത്തിന്റെ പ്രവാചകന്മാരും പ്രവാചകരുമായി മാറാൻ ഇതാ കർത്താവ് നമ്മളെ വിളിക്കുന്നു. യേശുവേ നന്ദി, ആരാധന, മഹത്വം ചേർന്ന് സന്തോഷത്തോടുകൂടെ കയ്യെ കടിച്ചൊന്ന് പഠിക്കേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പാടാം പാടാം. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ എല്ലാവരും സന്തോഷത്തോടുകൂടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയണമേ. പുത്തൻ അഭിഷേകം, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കൃപ പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കട്ടെ. ആമേൻ. കൃപ നിറയട്ടെ എല്ലാവരും സന്തോഷത്തോടുകൂടെ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാലും ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പഠിക്കേ. ഞാൻ ഉണർന്നാലും ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആമേൻ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവനായി ഞങ്ങളെ ഉണർത്തണമേ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, നാവിന്റെ കെട്ടുകൾ അടിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ ആരാധന സമയം, സ്നേഹസ്പർശനത്തിൻ്റെ ഈ 6ാം ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മ നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന വലിയ കൃപയായ നന്മ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും പ്രത്യാശ നിറഞ്ഞ സംസാര ശൈലി വളർത്തിയെടുക്കുവാനുമുള്ള വലിയ ഒരു കൃപയാണ്. ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ അപ്രകാരം ഒരു പ്രഘോഷണമായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, എലിസബത്തിൻ്റെ പ്രഘോഷണം ഒക്കെ നമ്മുടെ മുമ്പിൽ വലിയ ഒരു അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്നോളം നിലനിൽക്കുന്ന കൃപ എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള വചനത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കാം, നല്ല കാര്യങ്ങൾ സംസാരിക്കാം. ദൈവം നാവ് നൽകിയിരിക്കുന്നത് നല്ലത് പറയാനാണ്.
നാവിനെ വിശുദ്ധീകരിക്കുവാൻ ഈശോയെ കൂട്ടായിരിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് കൃപയിൽ വളരാം.